ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്നൊരു അടിപൊളി കാടമുട്ട റോസ്റ്റാണ് കേട്ടോ. ഈ റോസ്റ്റ് നിങ്ങൾക്ക് സാധാരണ നമ്മളുടെ കോഴിമുട്ടനെ കൊണ്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്രീൻ ചില്ലി, 2 ചോപ്ഡ് ഗ്രീൻ ചില്ലിയാണ് ആഡ് ചെയ്തത്. ഇതൊന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് ഇനി ഞാനൊരു ടീസ്പൂൺ ഫെനൽ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഇനി ഒണിയൻ ഞാനൊരു 3 വലിയ ഒണിയനാണ് എടുത്തത്. അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 3 ഒണിയൻ എടുക്കുക, ചെറുതാണെങ്കിൽ 4 എണ്ണം. ഓക്കെ, എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. ഒണിയൻ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈവിടാതെ ഇളക്കൊന്നും വേണ്ട. അത് അവിടെ 1, 2, 3 പ്രാവശ്യം ഇളക്കിയതിന് ശേഷം അവിടെ വെക്കുക. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളറിൽ ഷെയ്ഡ് കിട്ടും. ഒരു ഗോൾഡൻ കളറായ ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇടുമ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെയാണ്. അപ്പോൾ 2-3 തണ്ട് വേണമെങ്കിൽ ഇടാം. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ ആണ്, ഒരു വലിയ സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുഞ്ഞ് ടൊമാറ്റോ ആണെങ്കിൽ 2 എടുത്തോ. അപ്പോൾ ഒരു വലിയ സൈസ് ടൊമാറ്റോ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ പ്യൂരിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാൻ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം ടൊമാറ്റോ ഒക്കെ നല്ലോണം വെന്ത് കിട്ടും. അങ്ങനെ 3 മിനിറ്റിന് ശേഷം ടൊമാറ്റോ ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സിൻ്റെ പൗഡർ. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് മസാലയൊക്കെ കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അടച്ച് വെക്കുക. ഇനി ഒരു 2 മിനിറ്റത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ശേഷം ഓപ്പൺ ചെയ്ത് വെക്കുക. നല്ലോണം ഒന്ന് മസാലയൊക്കെ കുക്കായി നല്ലോണം മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ട് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാൻ എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ബാക്ക് ടു റെസിപ്പി. ഇനി നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. ഇനി ഇതിന് അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം, എല്ലാം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചും ഞാൻ കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഓണിയൻ നമുക്കിതിൽ കാണാൻ പറ്റില്ല. നല്ല പേസ്റ്റ് പോലെ അടിഞ്ഞിരിക്കണം ഈ ഓണിയൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇനി 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം ഈ വെള്ളമെല്ലാം അബ്സോർവ് ആകുന്നവർ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടിയിൽ പിടിച്ചതൊക്കെ ഇങ്ങ് പോരും. വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ഓണിയനൊക്കെ ഒന്ന് സോഫ്റ്റായി വരും. പിന്നെ അടിക്ക് പിടിച്ചതൊക്കെ ഒന്നിങ്ങോട്ടേക്ക് പോരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചാൽ നമ്മൾ കാടമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 5-8 എടുത്തിട്ടുണ്ട്. 10 എടുത്തതിന് 2 മോൾ കുക്ക് ചെയ്ത പാട് എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാൻ 8 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ പാടില്ല. ഈ ഓണിയൻ ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം. ഈ ഓണിയനെ കൊണ്ട് തന്നെ നമ്മൾ ഈ മുട്ടയൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ കാറ്റ് നിങ്ങൾക്കിത് മൂടി വെക്കാം. എന്നിട്ട് 1.5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആകുന്നത് കണക്കാണ്ട്. അടിയിൽ നിന്നൊക്കെ ഓയിലൊന്ന് സെപ്പറേറ്റ് ആകുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഓയിലൊക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കറിയൊക്കെ റെഡിയായി എന്നർത്ഥം. ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചോറിനൂടെ നൂൽപുട്ട്, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.